വെൽക്കം ടു ഓൾ. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. ആദ്യത്തെ ചാപ്റ്ററായ ആദ്യകാല മനുഷ്യ ജീവിതം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആവർത്തിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടെ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ആദ്യകാല മനുഷ്യ ജീവിതം എന്നാണ്. അവിടെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വടക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലെ ലാസ്കോ എന്ന പ്രദേശത്ത് 2 കുട്ടികൾ അവരുടെ വേട്ടപ്പട്ടിയുമായി മുയലുകളെ വേട്ടയാടാൻ ഇറങ്ങി. പൊന്തക്കാടുകളിലും മാളങ്ങളിലും മുയലുകളെ തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ വേട്ടപ്പട്ടിയെ കാണാതായി. പരിഭ്രാന്തരായി ഞങ്ങൾ പട്ടിയെ അന്വേഷിച്ചു വന്ന അവർ ചെന്നെത്തിയത് വലിയൊരു ഗുഹയ്ക്കകത്തായിരുന്നു. നൂറ്റാണ്ടുകളായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്ന ആ ഗുഹയിൽ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. ഗുഹാഭിത്തിയിൽ നിറയെ വിവിധ വർണ്ണങ്ങളിൽ കുതിര, കാട്ടുപോത്ത്, കാള, മാൻ തുടങ്ങിയ മൃഗങ്ങളുടെ ചിത്രങ്ങൾ. അപ്പോൾ നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ? കാളയുടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. അവ പ്രാചീന ശിലായുഗ മനുഷ്യർ ഗുഹാഭിത്തികളിൽ വരച്ച ചിത്രങ്ങളായിരുന്നു. ഇതുപോലെ നിരവധി ഗുഹാചിത്രങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാനാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യകാല ജീവിതത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. പ്രാചീന ശിലായുഗം എന്താണ്? പ്രാചീന ശിലായുഗത്തിൽ നമുക്ക് നോക്കി ഒരു ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ? സംഘനൃത്തം ഇന്ത്യയിലുള്ളൊരു ഇതാണല്ലേ ഭീംബേഡ്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേട്ടയാടൽ. ഭീംബേഡ്ക ഇന്ത്യയിലുള്ള സ്ഥലത്താണ് വേട്ടയാടൽ കണ്ടത്. അതുപോലെ തന്നെ കാട്ടുപന്നി സ്പെയിനിലെ അൾട്ടാമിറയിൽ, അതുപോലെ ഫ്രാൻസിലെ ഷോവയിലെ കാട്ടുപോത്തൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ? എന്നാണ് നൽകിയിട്ടുള്ളത്? പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വരച്ച ഗുഹാചിത്രങ്ങളാണ്. അപ്പോൾ ഈ ഗുഹാചിത്രങ്ങളിലെ സവിശേഷതകൾ ഏതൊക്കെയാണ്? മൃഗങ്ങളെയാണ് അല്ലേ കൂടുതലും പിക്ചർ എന്ന് പറയുന്നത്. മൃഗങ്ങളെ കുറിച്ചിട്ടാണ് അല്ലേ? മൃഗങ്ങളുടെ ചിത്രങ്ങളാണ്. ഇവയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ചിട്ട് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, സഹജമായിട്ട് വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗുഹാചിത്രങ്ങളിൽ വിവിധ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. സസ്യങ്ങളുടെ ചാറും ചെങ്കൽപ്പൊടിയും ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്? സസ്യങ്ങളുടെ ചാറുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ചെങ്കൽപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് പല കളറാക്കിയിട്ടാണ് ഇവർ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ചിത്രത്തിൽ കാണുന്ന കാട്ടുപോത്ത്, പന്നി എന്നിവയ്ക്ക് പുറമെ കുതിര, മാൻ, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി തുടങ്ങിയവയുടെ ചിത്രങ്ങളും വിവിധ ഗുഹകളിൽ കാണാൻ കഴിയും. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാതിരുന്ന ഗുഹകളിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചിട്ടാണ് വെളിച്ചം ലഭ്യമാക്കിയിരുന്നത്. അപ്പോൾ ഈ ഗുഹകളിലൊന്നും വെളിച്ചുണ്ടായിരിക്കില്ല അല്ലേ? അപ്പോൾ അവരെങ്ങനെയാണ് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിട്ട് തീ കത്തിച്ചിട്ടാണ് വെളിച്ചം ലഭ്യമാക്കിയിരുന്നത്. വേട്ട നടത്തേണ്ട സ്ഥലം, വേട്ടയാടേണ്ട മൃഗം എന്നിവ ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളാണ് വേട്ടയെ സംബന്ധിച്ച ഗുഹാചിത്രങ്ങൾ. ഗുഹകളുടെ മേൽഭിത്തിയിലും ചിത്രങ്ങൾ വരച്ചിരുന്നു. ഇത് പ്രാചീന മനുഷ്യരുടെ വൈദഗ്ധ്യത്തിൻ്റെ തെളിവുകളാണ്. അപ്പോൾ പ്രാചീന കാലത്തിൽ എന്താണ് വേട്ടയാടപ്പെട്ട മൃഗങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വേട്ട നടത്തേണ്ട സ്ഥലം, അതിനെക്കുറിച്ചിട്ടുള്ള തെളിവുകളൊക്കെ ഈ വേട്ടയെ സംബന്ധിച്ചുള്ള ഗുഹചിത്രങ്ങളിൽ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? വേട്ടയാടലായിരുന്നു അവിടുത്തെ പ്രധാന മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വേട്ടയാടലായിരുന്നു. അതുപോലെ തന്നെ വേവിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ, ചാരം, മൃഗങ്ങളുടെയും എല്ലുകളുടെയും തലയോട്ടി, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ തുടങ്ങിയവയൊക്കെ ഗുഹകൾക്കുള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുഹകൾക്കുള്ളിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് വേവിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ, അതായത് ഭക്ഷണങ്ങൾ വേവിച്ച് കഴിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചാരം, മൃഗങ്ങളുടെ എല്ലുകളും തലയോട്ടികളും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയില്ലേ വേട്ടയാടൽ ഉണ്ടായിരുന്നു എന്ന്. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ. അപ്പോൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? പഴം, പച്ചക്കറി എന്നിവ കൃഷി ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രാചീന ശിലായുഗ മനുഷ്യർ കൂട്ടമായാണ് ഇര തേടിയിരുന്നത്. അവരിലെ കരുത്തൻ കൂട്ടത്തെ നയിച്ചു. ഇര തേടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ടായിരുന്നില്ല. വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസം അവർ ഭക്ഷിച്ചിരുന്നു. വേട്ടയാടാൻ ശിലായുധങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? അവർ കൂട്ടമായിട്ടാണല്ലേ ഇര തേടിയിരുന്നത്. അവിടെ എന്താണ് സ്ത്രീയും പുരുഷനെന്ന് പറയുന്ന ഒരു വ്യത്യാസം
ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയൊക്കെ മാംസം ഇവരെ ഭക്ഷിച്ചിരുന്നു. വേട്ടയാടാൻ ശിലായുധങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. ഇവയ്ക്ക് പുറമെ മൃഗങ്ങളുടെ എല്ല്, ആനക്കൊമ്പ്, തടി കഷ്ണങ്ങൾ എന്നിവയും അവർ ആയുധങ്ങളാക്കി. അപ്പോൾ അവരെന്തൊക്കെയാണ് ആയുധങ്ങളാക്കിയിട്ടുണ്ടായിരുന്നത്? മൃഗങ്ങളുടെ എല്ല്, ആനക്കൊമ്പ്, തടി കഷ്ണങ്ങൾ എന്നിവയും അവർ ആയുധങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. മൃഗത്തോലും മരത്തോലും വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ച് എന്താ പറയുന്നത്? മൃഗത്തോയിലെ മൃഗത്തിൻ്റെയും അതുപോലെ തന്നെ മരത്തിൻ്റെയും തോലൊക്കെ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. തോലുകൾ തുന്നാനുള്ള സൂചികളായി മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചു. അതായത് എന്താ പറയുന്നത്? ഇവയ്ക്ക് പുറമെ ഇവരെന്താണ് മൃഗങ്ങളുടെ എല്ല് ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്? എന്തൊക്കെയാണ് പറഞ്ഞത്? വേട്ടയാടൽ എന്ന് പറയുന്ന വേട്ടയാടാൻ വേണ്ടി ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ആനക്കൊമ്പ്, തടി കഷ്ണങ്ങൾ പുറമെ മൃഗങ്ങളുടെ എല്ലൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ മൃഗത്തോലും മരത്തോലൊക്കെ എന്താണ് വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. തോലുകൾ തുന്നാനുള്ള സൂചികൾ എന്താണ്? മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ തോലുകൾ തുന്നാനുള്ള സൂചികളുമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പ്രാചീന ശിലായുധങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? പ്രാചീന ശിലായുധങ്ങൾ കാണിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിൽ പ്രാചീന മനുഷ്യർ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിച്ചതിന് നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഉപകരണങ്ങളുടെ നിർമ്മാണവും മെച്ചപ്പെടുത്തലും ഇത്തരം മുന്നേറ്റങ്ങൾക്ക് സഹായകമായി. അപ്പോൾ പ്രാചീന ശിലായുഗത്തിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് നമുക്ക് നോക്കാം. കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി. അപ്പോൾ കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മരനാരുകൾ കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൃഗങ്ങളുടെയും എല്ലുകളുടെയും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ? മൃഗങ്ങളുടെ എല്ലുകളും കൊമ്പുകളിലും ഒക്കെ ഗുഹകളിലും പാറകളിലൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. എല്ല് കൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്? അവർ ശില്പവിദ്യയിലും ചിത്രകലയിലും കരകൗശല വിദ്യയിലൊക്കെ എന്താണ് മുന്നേറ്റം കാണിച്ചിട്ടുണ്ട് അല്ലേ? പുരോഗതി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കല്ലുകൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രതിമകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ശില്പവിദ്യയാണ് അല്ലേ? അതുപോലെ തന്നെ ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? പാറകളിലൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചിത്രകലയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെന്താണ്? ആഭരണങ്ങളും സുഷിരവാദ്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ? അതൊക്കെ കരകൗശല വിദ്യയാണ്. അപ്പോൾ അവരെന്താണ്? ശില്പവിദ്യയിലും ചിത്രകലയിലും കരകൗശല വിദ്യയിലൊക്കെ പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. ഇനി ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമാണ് മധ്യപ്രദേശിലെ ഭീംബേഡ്ക. ചോദിച്ചിട്ടുണ്ട്. ഭീംബേഡ്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഭീംബേഡ്ക. കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ ഇതിൻ്റെ സവിശേഷതയായിരുന്നു. അപ്പോൾ അവിടുത്തെ സവിശേഷത എന്താണ്? കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളാണ് അവിടുത്തെ സവിശേഷത എന്ന് പറയുന്നത്. കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഭീംബേഡ്കയിൽ കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വാസസ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഭീംബേഡ്ക കൂടാതെ പ്രാചീന ശിലായുഗ മനുഷ്യജീവിതത്തെക്കുറിച്ച് തെളിവുകൾ ലഭിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയോക്കെ, നർമ്മദ താഴ്വരയിൽ നിന്നും അതുപോലെ തന്നെ നാഗാർജുന കൊണ്ട, ഹൻസ്ഗി, കുർനൂൽ ഗുഹകളിൽ നിന്നൊക്കെ എന്താണ്? പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണെന്നും പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് പ്രാചീന ശിലായുഗത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് എന്താണ്? മധ്യശിലായുഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ചിത്രത്തിലെ ഉപകരണങ്ങൾ നോക്കിയേ. മറ്റേതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണല്ലേ? മറ്റേതിൽ കല്ലുകൊണ്ടും അതുപോലെ തന്നെ മൃഗങ്ങളുടെ എല്ലും തോലൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലേ കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രാചീന ശിലായുഗത്തെ തുടർന്ന് ഇത്തരം ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. അത് കാരണം ഈ കാലഘട്ടം എന്നറിയപ്പെടുന്നു മധ്യശിലായുഗം എന്നറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എന്താണ്? സൂക്ഷ്മവും മുനയുള്ളതുമായിട്ടുള്ള ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് മധ്യശിലായുഗത്താണ്. ഈ ഉപകരണങ്ങൾ എന്തിനായിരിക്കാം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക? കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടാനായിരിക്കില്ല. അവരുടെ പ്രധാന ഹോബി എന്താണ്? മൃഗങ്ങളെ വേട്ടയാടലാണ്. മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ വ്യാപകമായി. തൽഫലമായി പല ജീവികൾക്കും വംശനാശം സംഭവിച്ചു. അപ്പം അങ്ങനെ വേട്ടയാടൽ കൂടി തുടങ്ങിയില്ലേ? അപ്പം അങ്ങനെ ഉപകരണങ്ങൾ കുറച്ചും കൂടി കൂടുന്തോറും എന്ത് സംഭവിക്കും? വേട്ടയാടലും കൂടും. അപ്പം എന്ത് സംഭവിക്കും? വംശനാശം സംഭവിച്ചു. അത്തരത്തിൽ വംശനാശം സംഭവിച്ച ജീവിവർഗത്തിന് ഉദാഹരണമാണ് മാമത്ത്. എന്ന് പറയുന്നത് എന്താണ്? വംശനാശം സംഭവിച്ച ജീവിവർഗം ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? മാമത്താണ്.
ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഭക്ഷണത്തിന് പുതിയ ഉറവിടങ്ങൾ കണ്ടെത്തി. ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ, ഡോൾഫിൻ, നീർനായി, തിമിംഗലം, മത്സ്യങ്ങൾ എന്നിവയൊക്കെ എന്താണ് ആഹാരമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും കൂടിയും അവർ പുതിയ ഭക്ഷണങ്ങൾ കണ്ടുപിടിക്കുകയാണ് അല്ലേ. ഭക്ഷ്യയോഗ്യമായ പുല്ലുകളുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഡോൾഫിന്, നീർനായി, തിമിംഗലം, മത്സ്യങ്ങൾ എന്നിവയൊക്കെ അവർ ആഹാരമാക്കി. അങ്ങനെ നമ്മൾ പറഞ്ഞല്ലേ മാമത്ത് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു. അവർ വംശനാശം സംഭവിച്ച ഒരു സംഭവമാണ് അല്ലേ. ജീവിവർഗമാണ് മാമത്ത്. മാമത്തുകൾ വീണ്ടും വന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആനകളുടെ കുടുംബത്തിൽപ്പെട്ട മാമത്തിനെ ശാസ്ത്രലോകം ക്ലോണിങ്ങിലൂടെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ക്ലോണിങ്ങിലൂടെ സൈബീരിയയിൽ മഞ്ഞിനടിയിൽ നിന്നും 2013 ലഭിച്ച മാമത്തിൻ്റെ ജീർണിക്കാത്ത ജഡം ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ ദൗത്യത്തിന് ഒരുങ്ങുന്നത്. ജഡത്തിൽ നിന്നും ലഭിച്ച ദ്രാവകം രക്തമാണെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ദേഹം മുഴുവനും രോമവും വലിയ കൊമ്പുകളുമുള്ള മാമത്തിനെ പുനഃസൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു. ഫോസിൽ ശാസ്ത്രജ്ഞനായ ടോറി ഹെറിഡ്ജ് ആണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. മധ്യശിലായുഗത്തിൽ മനുഷ്യജീവിതത്തിലുണ്ടായ പുരോഗതികൾ തന്നിട്ടുള്ള ചിത്രത്തിൽ നിന്നും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധ്യശിലായുഗത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്ന പ്രത്യേകതകളെന്ന് പറയുന്നത്? വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു തുടങ്ങി. നായയെ ഇണക്കി വളർത്തി. ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങി. മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു. ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാനായിട്ട് സാധിച്ചു. സ്ഥിരവാസം ആരംഭിച്ചു. അപ്പോൾ മധ്യശിലായുഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു. അത് കാരണം ദൂരെയുള്ള മൃഗങ്ങളെയൊക്കെ വേട്ടയാടാനായിട്ട് സാധിച്ചു. സ്ഥിരവാസം ആരംഭിച്ചു. അതുപോലെ തന്നെ എന്താണ്? ജലയാത്ര അല്ലേ. മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു. ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങളൊക്കെ പരസ്പരം കൈമാറാനായിട്ട് തുടങ്ങി. നായയെ ഇണക്കി വളർത്തി. എന്നിവയൊക്കെ മധ്യശിലായുഗത്തിൻ്റെ പ്രത്യേകതകളാണ്. യൂറോപ്പിലെയും പടിഞ്ഞാറൻ ഏഷ്യയിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് മധ്യശിലായുഗ കാലഘട്ടത്തിലെ ജനജീവിതത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ എവിടേക്കാണ്? ബാഗോർ, രാജസ്ഥാനിലെ ബാഗോർ, ആദംഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ്? ഇന്ത്യയിലെ എവിടേക്കാണ്? ബാഗോർ രാജസ്ഥാനിലെ, ആദംഗഡ് മധ്യപ്രദേശത്തിൽ നിന്നൊക്കെ മധ്യശിലായുഗത്തിൽ നിന്നുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നവീന ശിലായുഗം. മധ്യശിലായുഗത്തിൽ മനുഷ്യജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുവല്ലോ. മധ്യശിലായുഗത്തെ തുടർന്ന് മനുഷ്യർ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഈ കാലഘട്ടത്തെയാണ് നവീന ശിലായുഗം എന്ന് പറയുന്നത്. അപ്പോൾ ശിലായുധങ്ങളൊക്കെ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഏതാണ്? നവീന ശിലായുഗമാണ്. കൃഷി ആരംഭിച്ചതാണ് ഏകദേശം 8,000 വർഷം മുമ്പുള്ള ഈ കാലഘട്ടത്തിലെ പ്രധാന പുരോഗതി എന്ന് പറയുന്നത്. അപ്പോൾ കൃഷി ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റം മനുഷ്യ ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു. പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാ വർധനവ് തുടങ്ങിയവ ഇതിന് കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നദീതടം കേന്ദ്രീകരിച്ച് മനുഷ്യർ കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് അല്ലേ നമ്മൾ പറയുന്നത് എന്താണ്? ഇവിടുത്തെ നവീന ശിലായുഗത്തിലെ പ്രധാന മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷി ആരംഭിച്ച് നവീന ശിലായുഗത്തിലാണ്. അതുപോലെ തന്നെ എന്താണ്? ആയുധങ്ങളൊക്കെ മിനുസപ്പെടുത്തി ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മാറ്റങ്ങളെ ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡ് നവീന ശിലായുഗ വിപ്ലവം എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ മാറ്റങ്ങളൊക്കെ എന്താണ്? ഗോർഡൻ ചൈൽഡ് നവീന ശിലായുഗ വിപ്ലവം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരാണ് ഈ ഗോർഡൻ ചൈൽഡ് എന്ന ആളാരാണ്? ഓസ്ട്രേലിയയിൽ ജനിച്ച പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമായിരുന്നു ഗോർഡൻ ചൈൽഡ്. ചരിത്രാദികാലത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ സഹായകമായി. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ്. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് ആരുടെയാണ്? ഗോർഡൻ ചൈൽഡിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. നവീന ശിലായുഗത്തിലെ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിന് മൃഗങ്ങളെ വളർത്തി. കാർഷിക ആവശ്യത്തിനും മൃഗപരിപാലനത്തിനായും നവീന ശിലായുഗ മനുഷ്യർ
സ്ഥിരവാസം ആരംഭിച്ചു. അപ്പോൾ നവീന ശിലായുഗത്തിലും എന്താരംഭിച്ചിട്ടുണ്ട്? സ്ഥിരവാസം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ ആവശ്യത്തിനാണ് മൃഗങ്ങളെ വളർത്തിയിട്ടുണ്ടായിരുന്നു. കാർഷിക ആവശ്യത്തിനും മൃഗപരിപാലനത്തിനായിട്ടൊക്കെ സ്ഥിരവാസം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഗോതമ്പ്, ബാർലി, ചണം, വിവിധ ഇനം കിഴങ്ങുകൾ, നെല്ല്, വാഴ തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകളെന്ന് പറയുന്നത്. ഗോതമ്പ്, ബാർലി, ചണം, വിവിധ ഇനം കിഴങ്ങുകൾ, നെല്ല്, വാഴ തുടങ്ങിയവയ്ക്കായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. കൃഷി തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ്. അപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ എന്തൊക്കെയായിരുന്നു ഭക്ഷണധാന്യങ്ങൾ എന്ന് പറയുന്നത്? ഗോതമ്പ്, ബാർലി, ചണം, വിവിധ ഇനം കിഴങ്ങുകൾ, നെല്ല്, വാഴ എന്നിവയ്ക്കായിരുന്നു അന്നത്തെ കൃഷികൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയ ഒരു പിക്ചർ നൽകിയിട്ടുണ്ടല്ലേ. ഏതാണ് പിക്ചർ എന്ന് പറയുന്നത് അറിയോ? എടക്കൽ ഗുഹാ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. എടക്കൽ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എടക്കൽ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലുണ്ടല്ലേ എടക്കൽ ഗുഹ എന്ന് പറയുന്നത്. വയനാടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രമായിരുന്നു എടക്കൽ എന്ന് പറയുന്നത്. എടക്കൽ ഗുഹയിലെ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ചക്രങ്ങൾ നോക്കിയേ. നമുക്ക് ചക്രങ്ങളുള്ള വണ്ടിയൊക്കെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? ഈ ചിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് അക്കാലത്ത് ചക്രങ്ങൾ ഉപയോഗിച്ചു. കൃഷിയുടെ വികാസം, സ്ഥിരവാസം തുടങ്ങിയവയൊക്കെ ഇത് കൂട്ടായ ജീവിതത്തിന് വഴി തെളിയിച്ചു. അപ്പോൾ നമുക്ക് എന്താണ് നവീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം. മിനുസമുള്ള മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു. കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു. ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു. കല്ല്, തടി, എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. തടി കൊണ്ടുള്ള കലപ്പയും തുമ്പയും നിർമ്മിച്ചു. ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു. എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു. എന്തൊക്കെയാണ് പറഞ്ഞത്? മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു. കളിമൺ പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, അതിനു വേണ്ടി ചക്രങ്ങൾ ഉപയോഗിച്ചു. ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു. കല്ല്, തടി, എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. തടി കൊണ്ടുള്ള കലപ്പ, തുമ്പൊക്കെ നിർമ്മിച്ചു. ചുണ്ടയും ചാട്ടുളി ഉപയോഗിച്ച് മീൻ പിടിച്ചു. എല്ല് കൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു. എന്നിവയൊക്കെ നവീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതകളാണ്. നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് മറ്റൊരു ഉദാഹരണമാണ് സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ. തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് തടാകത്തിൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത്. പലസ്തീനിലെ ജെറീക്കോയിൽ നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളുടെ വീടുകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കി, സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു തടാക ഗ്രാമം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലേ ചിത്രകാരൻ്റെ ഭാവനയില്ല. അതൊക്കെ എന്താണ്? നവീന ശിലായുഗത്തിൽ മനുഷ്യർക്കുണ്ടായ മാറ്റങ്ങൾ മായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദാഹരണമാണ് അല്ലേ. ഇനി എന്താണ് ജാർമോ എന്ന് പറയുന്നത്? ജാർമോ എന്ന് വെച്ചാൽ എന്താണ്? നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതത്തെക്കുറിച്ച് തെളിവ് ലഭിക്കുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് വടക്കൻ ഇറാഖിലെ ജാർമോ. നിരവധി മൺകുടിലുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കല്ലുകൾ കൊണ്ടാണ് ഇവയുടെ അടിത്തറ നിർമ്മിച്ചിരുന്നത്. ഭിത്തികൾ വെയിലത്തുണക്കിയ ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. മണ്ണ് കുഴച്ച് വെയിലത്തുണക്കി നിർമ്മിച്ചതായിരുന്നു അവയുടെ മേൽക്കൂരകൾ. ജനങ്ങൾ കൃഷിയിലേർപ്പെട്ടിരുന്നു. അവർ ആഹാര സാധനങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ജാർമോ ഗ്രാമത്തെക്കുറിച്ച് നൽകിയിട്ടുണ്ട് അല്ലേ. എവിടെയാണ് ജാർമോ ഗ്രാമം? വടക്കൻ ഇറാഖിലായിരുന്നു ജാർമോ ഗ്രാമം എന്ന് പറയുന്നത്. അവിടെ കുറേ മൺകുടിലുകളുണ്ട് അല്ലേ. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. കല്ലുകൾ കൊണ്ടാണ് അടിത്തറ തയ്യാറാക്കിയതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഉണങ്ങിയ ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭിത്തികൾ ഉണ്ടായിരുന്നു. മണ്ണ് കുഴിച്ച് വെയിലത്തുണക്കി നിർമ്മിച്ചതായിരുന്നു അവയുടെ മേൽക്കൂരകൾ എന്ന് പറയുന്നത്. ആഹാരങ്ങൾ സംഭരിച്ച് വയ്ക്കുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ജനസംഖ്യാ വർധനവ്, കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത എന്നിവയൊക്കെയാണ് ഇതിന് കാരണമായത്. അപ്പോൾ അങ്ങനെ നവീന ശിലായുഗത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ വ്യാപിച്ചു തുടങ്ങിയില്ലേ. ജനസംഖ്യാ വർധനവ് മൂലവും കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത മൂലവും അവർ സഞ്ചരിക്കുകയാണ് അല്ലേ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവരങ്ങനെ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളവിടെ പറഞ്ഞല്ലേ ജലഗതാഗതം എന്ന് പറയുന്ന അവിടെ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന് സഹായകമായിട്ടുണ്ട്. ജലഗതാഗതം വന്നതും നവീന ശിലായുഗത്തിലാണ്. അലങ്കരിച്ച മൺപാത്രങ്ങളും ശിലായുധങ്ങളും കാശ്മീരിലെ ബുർസാഹം എന്ന് പറയുന്ന പിക്ചർ നൽകിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? ഉപകരണങ്ങൾ നമുക്കറിയാം അല്ലേ? പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ കല്ലുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. നവീന ശിലായുഗം ഇപ്പോൾ എന്ത് ചെയ്യും? മിനുസപ്പെടുത്തിയ കല്ലുകളായി ഉപയോഗിച്ചു അല്ലേ? തൊഴിൽ എന്ന് പറയുന്നത് പ്രാചീന ശിലായുഗത്തിൽ എന്തായിരുന്നു? വേട്ടയാടൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നവീന ശിലായുഗം എപ്പോഴാണ്? കൃഷിയായി. അതുപോലെ തന്നെ ആഹാര സംഭരിച്ച് വെച്ചിരുന്നു അല്ലേ? നവീന ശിലായുഗത്തിലേക്ക് മാറ്റങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഒരു ഭാഗം കേട്ടോ ഇവിടെ വീണ്ടും പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് താമ്രശിലായുഗത്തെക്കുറിച്ചിട്ട് പഠിക്കാം. താമ്രശിലായുഗം ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായിരുന്നു താമ്രശിലായുഗം എന്ന് പറയുന്നത്. ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള മാറ്റം. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പ്, താമ്രം എന്ന് വെച്ചെന്താണ്? ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നതിനെയാണ് പറയുന്നത് താമ്രശിലായുഗം എന്ന് പറയുന്നത്. നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾക്ക് ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രമാണ് തുർക്കിയിലെ ചാതൽ ഹൊയ്ക്ക് എന്ന് പറയുന്നത്. തുർക്കിയിലെ ചാതൽ ഹൊയ്ക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന കേന്ദ്രമാണ് അല്ലേ? മനുഷ്യജീവിതത്തെക്കുറിച്ചിട്ട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നവീന ശിലായുഗത്തെയും അതുപോലെ തന്നെ താമ്രശിലായുഗത്തെയും കുറിച്ചിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചത് ചാതൽ ഹൊയ്ക്കിലാണ്. നഗരജീവിതത്തിൻ്റെ ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രമായിരുന്നു ഇത്. വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്ന് കൂടുതലായിട്ട് ലഭിച്ചിട്ടുള്ളത്. ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. ഗോതമ്പ്, ബാർലി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? കുടിലിൽ നിന്ന് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട്? ഗോതമ്പ്, ബാർലി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഏറെ പുരാതനവും വിസ്തൃതവുമായ ഈ കേന്ദ്രത്തിൽ ഇപ്പോഴും ഉത്ഖനനം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ചെളിക്കട്ടകൾ കൊണ്ടൊക്കെ തന്നെയായിരുന്നു കുടിലുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ചാതൽ ഹൊയ്ക്കിൽ ഉത്ഖനനം കാണിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രമാണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ് എന്ന് പറയുന്നത്. മെഹർഗഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ മൺപാത്രമാണ് കേട്ടോ. മൺപാത്രമാണ്. അതായത് പ്രധാന താമ്രശിലായുഗ കേന്ദ്രമായിരുന്നു ഈ സ്ഥലം എന്ന് പറയുന്നത്, ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഗോതമ്പ്, ബാർലി എന്നിവ അവിടെ കൃഷി ചെയ്തിരുന്നു. അടുപ്പുകളോട് കൂടിയ വീടുകൾ ചെളിക്കട്ട കൊണ്ട് നിർമ്മിച്ചിരുന്നു. മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചിരുന്നതും അവിടെ തെളിവുകളുണ്ട്. അപ്പോൾ ചക്രം ഉപയോഗിച്ചിരുന്നു എന്നും അവിടെ പറയുന്നുണ്ട്. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളെയാണ് ആദ്യകാലത്ത് മനുഷ്യർ ആശ്രയിച്ചത്. ആവശ്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഉപകരണങ്ങൾ മെച്ചപ്പെട്ട ഉപകരണങ്ങൾ സാമൂഹിക ജീവിതത്തിൻ്റെ പുരോഗതിക്ക് സഹായകമായി. ഇത് ലോഹ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗത്തെക്കുറിച്ചൊക്കെയാണല്ലേ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. മനുഷ്യൻ ശിലാഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലം എന്നറിയപ്പെടുന്നു ശിലായുഗം എന്നറിയപ്പെടുന്നു. ശിലാഉപകരണങ്ങൾ ഉണ്ടായ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ശിലായുഗത്തെ പ്രാചീന ശിലായുഗമെന്നും മധ്യശിലായുഗമെന്നും നവീന ശിലായുഗം എന്നിങ്ങനെ തരംതിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യജീവിത രീതികളിൽ നിരവധി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ശിലായുഗത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ലോഹോപകരണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ കാലത്തെയാണ് താമ്രശിലായുഗം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കിയത്? പ്രാചീന ശിലായുഗമുണ്ട്, മധ്യശിലായുഗമുണ്ട്, നവീന ശിലായുഗമുണ്ട്, താമ്രശിലായുഗമുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ ശിലായുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എവിടെയാണ് കേന്ദ്രങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ബിംബേഡ്ക, അൾട്ടാമിറെ, ഷോവെ, ലാസ്കോ എന്നിവയൊക്കെയായിരുന്നു. ഇനി മധ്യശിലായുഗമായപ്പോൾ സൂക്ഷ്മ ശിലായുധങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി അല്ലേ? ഏതൊക്കെയാണ്? ബാഗർ, ആദംഗഡ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്, കേന്ദ്രങ്ങളാണ്. നവീന ശിലായുഗത്തെയോ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. എടക്കൽ, ചെറീക്ക് എന്നിവയൊക്കെ നവീന ശിലായുഗത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. ഇനി താമ്രശിലായുഗത്തിലോ ശിലകളും ചെമ്പുമാണ് ഉപയോഗിച്ചിരുന്നത്. മെഹർഗഡ്, ചാതൽ ഹൈക്ക് എന്നിവയൊക്കെ അതിൻ്റെ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.